ആ മലയാളിയാണ്. നിങ്ങളെന്തിനു വന്നാ? ഓക്കെ ഓക്കെ, പാർക്ക് ചെയ്തോ. L2 എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ദീപക് ദേവാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മുരളി ഗോപിയാണ് എഴുതിയിരിക്കുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് അത് ആശീർവാദും അതുപോലെ ലൈക്കയും അതുപോലെ ഗോകുലം ചേട്ടനും കൂടിയാണ്. അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസിലോട്ട് നമുക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ലണ്ടൻ അടുത്തുള്ള ഒരു തിയേറ്ററിൻ്റെ മുന്നിലാണ്. വീടിനടുത്തുള്ള ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്തായാലും ഇത് UK യിലാണ്. അപ്പം എമ്പുരാൻ എന്നുള്ള സിനിമ 2ാം തവണ ഞാൻ കാണുകയാണ്. ഇവർ ആദ്യത്തെ തവണയാണ്. ഓൾറെഡി ഞാൻ എൻ്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞു. ഇനി ടെലഗ്രാമിലൊന്നും അല്ല, തിയേറ്ററിൻ്റെ എല്ലാം പേര് ഞാൻ പറയുന്നതാണ്. എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞ് ഇവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. എമ്പുരാൻ കാണാൻ വന്നതാണോ? യെസ്, ഓക്കെ. സ്ക്രീൻ നമ്പർ 4ലാണ്. കുറച്ചു നേരം പരസ്യമുണ്ട്. ആ പരസ്യമൊക്കെ കഴിഞ്ഞാൽ പടം തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി. സിനിമയുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഇതിനകത്ത് എവിടെയൊക്കെയോ കുറച്ചൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കത് തോന്നിയോ? അപ്പം 3 മണിക്കൂറുള്ളപ്പം ലാഗ് വരും. പിന്നെ സ്ലോ മോഷൻ ഇച്ചിരി കൂടെ കുറയ്ക്കായിരുന്നു. ആവശ്യമില്ലാത്ത സ്ലോ മോഷൻ, കുറച്ച് ലെങ്തി ഫൈറ്റ് അത് ലെങ്തി ഫൈറ്റ് ഉണ്ട്. അതുപോലെ മോഹൻലാലിനെ ഇച്ചിരി കൂടെ ഒക്കെ കാണിക്കായിരുന്നു അല്ലേ? കുറച്ചുകൂടെ മോഹൻലാലിനെ കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കൊടുക്കാമായിരുന്നു. അത് കൂടാതെ എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? മ്യൂസിക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? തിയേറ്റർ മോശമായിരുന്നു. ഇരിക്കാൻ ഞങ്ങൾക്ക് സ്വല്പം സൗണ്ട് കുറവായിരുന്നു. അത് നമുക്ക് സിനിമാക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കായിട്ട് മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമ ഇന്നോടുകൂടി വിജയിച്ചു. കേരളത്തിലെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏകദേശം പകുതിയിൽ കൂടുതൽ ആളുകൾ ഇന്ന് തന്നെ സിനിമ കണ്ടു. നാളെയും മറ്റന്നാളും കൊണ്ട് ഏകദേശം ഉറപ്പായിട്ടും 100 കോടിയിൽ മേലെ കവിയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.